ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട് ആ ദിവസം മുഴുവൻ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാം എന്നുള്ളതിന് കുറച്ച് ശീലങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാലോ. ഇത് ശരിയാണെന്നും അല്ലാന്നും തോന്നുന്നവരും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ല, ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടെ അറിയിക്കണേ. രാവിലെ നമ്മൾ ഏടുന്നാണോ എഴുന്നേറ്റ് വരുന്നത് അതേ സ്ഥലത്തുനിന്ന് തന്നെ തുടങ്ങണം നമ്മളെ ഒരു ദിവസത്തിൻ്റെ നല്ല ചിന്താഗതി എന്ന് പറയുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് ഉറങ്ങി എഴുന്നേറ്റാലുടൻ ചടപടേന്ന് ചാടിപ്പിടിച്ച് എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്ത് പോവാണ്ട് ആദ്യം ഒന്ന് റിലാക്സ് ചെയ്ത് ബെഡിലിരിക്കുക. അതിനുശേഷം കണ്ണടച്ച് ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തലേനാൾ രാത്രി ഉറങ്ങാൻ കിടന്ന നമ്മ പിറ്റേനാൾ രാവിലെ എഴുന്നേക്കോ ഇല്ലയോ എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഉറക്കത്തിൽ എന്തും സംഭവിക്കാമെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം അടുത്ത ഒരു പുലരി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം ദൈവത്തിനോട് നന്ദി പറയാം. അന്നൊരു ദിവസം നമുക്ക് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ നല്ല ഭംഗിയോടും വെടുപ്പോടും ആത്മാർത്ഥതയോടും ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് തരണേന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ കാണുന്ന ഫോട്ടോ ഞാൻ എൻ്റെ റൂമിൽ സെറ്റാക്കി വെച്ചതാണ്. ഇത് ഉറങ്ങി എഴുന്നേറ്റിൽ എനിക്ക് നേരെ നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റുന്ന പാകത്തിനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എപ്പോഴും എൻ്റെ കണ്ണിൽ പതിയും ആ പിക്ചർ. അപ്പം ഇതുപോലെയുള്ള പിക്ചർ അല്ലെങ്കിൽ പിക്ചർ തന്നെ വേണമെന്നില്ല, നിങ്ങളെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട എന്ത് വചനങ്ങളായിക്കോട്ടെ. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വചനങ്ങളുണ്ട്. മോട്ടിവേഷൻ തരുന്ന ഒരുപാട് ടെക്സ്റ്റ് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലേ. അത് ഫോട്ടോ ചെയ്ത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല, ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കുക. ഉറങ്ങി എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മളെ കണ്ണിൽ ഈ പിക്ചർ പതിഞ്ഞിട്ട് വേണം പോവാൻ. കണ്ണിൽ മാത്രമല്ല മനസ്സിലും കൂടെ അത് പതിയണം. രാവിലെ ഉറങ്ങി എണീച്ചാൽ നമ്മളെല്ലാവരും മുഖവും വായെല്ലാം കഴുകുമോ അല്ലേ. ഈ മുഖവും വായും കഴുകുന്നതിൽ ഒതുക്കാണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കുളിച്ചിട്ട് വന്ന് നോക്കിയേ. കുളിക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും തല നനക്കുന്നത് എല്ലാ പ്രാവശ്യവും പറ്റുന്ന പരിപാടി ആയിരിക്കില്ല. അപ്പം മേൽ മാത്രം കഴുകിയാൽ മതി. നമുക്കൊരു ഉണർവ് കിട്ടും, ഉറപ്പായിട്ടും അത് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ആ ഒരു ഉറക്കച്ചടവും കുറച്ചൊരു ഉന്മേഷമൊക്കെ വരാൻ വേണ്ടിയിട്ട് രാവിലത്തെ കുളി നമ്മളെ ഉപകരിക്കും. പിന്നെ അടുക്കളയിൽ പോയി മല്ലയുദ്ധമാണെന്നല്ലേ, പാത്രങ്ങളോടും അടുപ്പിനോടും. അപ്പം ആ മല്ലയുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഭക്തിഗാനം വെക്കും. എൻ്റെ കയ്യിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുറേ പാട്ടുകൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് പ്ലേ ചെയ്യും. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതും മോട്ടിവേഷൻ തരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറേ പാട്ടുകളുണ്ട്. പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. അതൊന്ന് പ്ലേ ചെയ്യുക. ഈ ശൂന്യമായിട്ടിരിക്കുന്ന സമയത്താണ് എന്തൊക്കെയോ തലയിൽ കയറി വരിക. നമ്മൾ ഇങ്ങനൊരു പാട്ട് വെച്ചിട്ടാണ് നമ്മളെ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മളെ മനസ്സും ഹാപ്പി ആയിരിക്കും, വേണ്ടാത്ത ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് കടന്നുകൂടില്ല. പിന്നൊരു കാര്യമാണ് നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലെ ഈ ഫോണ് തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ഫോൺ നമുക്ക് തോണ്ടണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്, അറിയാനുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ചെയ്ത് തീർക്കേണ്ട ജോലി ആദ്യം ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം കയ്യിൽ ഫോൺ എടുക്കുക. അതിൻ്റെ ഇടയിൽ ഫോൺ എടുത്താൽ നമ്മളെ പണി ഏടി എത്തൂല, ഒന്നും നടക്കൂല. ഒരു പണി മുഴുമിപ്പിക്കാണ്ട് ആടെ ഇടയൊക്കെ ഇട്ടിട്ട് പോയി പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ അലമ്പ് കച്ചറ, അതൊരു സുഖം ഉണ്ടാവില്ല നമുക്ക്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ജോലി കറക്റ്റ് ചെയ്ത് തീർത്താൽ പിന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണ്. അതിന് ഈ ഒരു ശീലം നമ്മളെ സഹായിക്കും. അതായത് ജോലി ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം ഫോൺ എടുക്കുക. ഇപ്പം നമുക്കൊരു കോളോ മെസ്സേജോ എന്തെങ്കിലും വരുന്ന ആ സമയത്ത് അത് അറ്റൻഡ് ചെയ്തുകൂടാ അല്ലെങ്കിൽ നോക്കിക്കൂടാന്നല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ അപ്പുറത്തൊക്കെ പോയിട്ട് തോണ്ടാൻ നിൽക്കും. അപ്പം ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മളെ ജോലി കഴിഞ്ഞതിന് ശേഷം. വീട്ടിൽ നിൽക്കുന്നതല്ലേ ഒരുമാതിരി ഓഞ്ഞ ലുക്കുമതി എന്നൊക്കെ വിചാരിക്കുമല്ലേ. അപ്പം അതിന് പകരം മുടിയൊക്കെ ചീകി ഒതുക്കി കെട്ടി വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് ഒരു പെർഫ്യൂമൊക്കെ ഒന്ന് അടിച്ച് നമുക്ക് തന്നെ ഒരു ഫ്രഷ് ഫീല് വരും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സെൽഫ് ലവില്ലേ, അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. വീട്ടിലല്ലേ ആ ഒരു കൂതറ ലുക്ക് മതി എന്നൊക്കെ വിചാരിക്കുന്നില്ലേ. അപ്പോൾ അതിന് പകരം ഒന്നുമില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ഉണർവാണ് മനസ്സിന്. അത് ഒരു ദിവസം മുഴുവൻ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും ഉറപ്പായിട്ടും. കുറേ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയേ. നമ്മളെ ഡെയിലി റൂട്ടീനിൽ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ടോ അല്ല അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്തായാലും പറയാൻ മറക്കാൻ പാടില്ല.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ചാനലും കൂടെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം. ബൈ. അച്ചു.